അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോഡൈനാമിക്സ് ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റി ആണ്. ദെൻ എന്താണ് നമുക്കറിയാം ഇലക്ട്രോഡൈനാമിക് അല്ലെങ്കിൽ കറന്റ് ഇലക്ട്രിസിറ്റി. എന്തായാലും അതിനെന്താണ് ഇലക്ട്രോണിന്റെ ഡൈനാമിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് എന്ത് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡി ആണത്. സ്റ്റഡി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ മോഷൻ ഈസ് ടേംഡ് ആസ് കറന്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ മോഷൻ ആണ്. അതായത് മോഷനിലുള്ള ഇലക്ട്രിക് കറന്റിന്റെ സ്റ്റഡിനെയാണ് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ദെൻ നമുക്കറിയാം നമ്മളറിയാം കറന്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ചാർജിന്റെ ഫ്ലോ ആണ് എന്താവുന്നത്? കറന്റ് ആവുന്നത്. അപ്പോൾ എന്താണ് ചാർജും കറന്റും തമ്മിലുള്ള റിലേഷൻ? നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് നെറ്റ് ചാർജ് ഫ്ലോ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അതായത് യൂണിറ്റ് ടൈമിൽ ഉണ്ടാവുന്ന കറന്റ് ചാർജിന്റെ ഫ്ലോ ആണ് എന്ത് കറന്റ് എന്ന് പറയുന്നത്. സോ ക്യൂ ബൈ ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി എന്ന്. ഓക്കെ, ദെൻ ഇലക്ട്രിക് കറന്റിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെന്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പൊ നമുക്കറിയാം ഒരു മെറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറയാണ്. മെറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. റാൻഡംലി മൂവ്ഡ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സോ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ റാൻഡംലി മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഒരു കറക്റ്റ് പാത്തിൽ എന്തുണ്ടാവുക? ഒരു മൂവ്മെന്റ് ഉണ്ടാവുക. അതാണ് പിന്നെ എന്താവുന്നത്? കറന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇലക്ട്രിക് കറന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് പോസിറ്റീവ് സൈഡിലേക്കും ദെൻ ഹോൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് എന്താവും? നെഗറ്റീവ് സൈഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറന്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് കറന്റ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് പോസിറ്റീവ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെങ്കിലും എന്താണ്? പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ ആ ഒരു ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക? കറന്റ് ഉണ്ടാവുക. അത് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ കറന്റ് ഫ്ലോ ദ ലോ ഓഫ് സ്കാലർ അഡീഷൻ ആണ്. അത് നമുക്ക് സ്കാലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്കാലർ അഡീഷൻ ആണ് അത് ഒബേ ചെയ്യുന്നത്. ദെൻ അത് സ്കാലർ അഡീഷൻ ഒബേ ചെയ്യുന്നതെന്ന് പറയുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ വയേഴ്സ് ക്യാരിങ് ദ കറന്റ്. അതായത് കറന്റ് ക്യാരി ചെയ്യുന്ന വയറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? അതിൽ ഉണ്ടാവുന്ന ടോട്ടൽ കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് സ്കേലർ അഡിഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നാണ്. ഇപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഓൾറെഡി അറിയാം ഒരു മെറ്റലില് ഇലക്ട്രോൺസ് റാൻഡംലി മൂവ്ഡ് ആണ്. അപ്പൊ ഈ റാൻഡംലി മൂവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഓരോ തെർമൽ വോൾട്ടേജ് വെലോസിറ്റി ഉണ്ടാവുക. ആ തെർമൽ വെലോസിറ്റിനെയാണ് നമ്മൾ U1 U2 U3 എക്സെട്ര UN എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് റാൻഡംലി മൂവ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ആവറേജ് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് U1 പ്ലസ് U2 പ്ലസ് എക്സെട്ര പ്ലസ് UN ഡിവൈഡഡ് ബൈ N നമ്പർ. എത്ര നമ്പർ ഓഫ് ചാർജസ് ആണുള്ളത് അത്രയും നമ്പേഴ്സ്, അതായത് ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ എപ്പോഴാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി കറക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചാല് നമ്മളൊരു അപ്ലൈ ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കറക്റ്റ് മൂവ്മെന്റ് ഉണ്ടാവും. കറക്റ്റ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ചാർജസിന് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന് കിട്ടുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺസ് ഗെറ്റ് ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇലക്ട്രോൺസ് പോസിറ്റീവ് സൈഡിലേക്ക് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ
പറയാനുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇവിടെ പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് if V is the potential difference applied across the ends of the conductor of length L, അതായത് ഒരു then ഇലക്ട്രിക്, അതായത് V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെങ്ത് എല്ലിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അവിടെ സെറ്റപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും ദെൻ ലെങ്ത് ഓഫ് കണ്ടക്ടറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത്, ദാറ്റ് ഈസ് V by L. ദെൻ നമുക്കറിയാം ഒരു കണ്ടക്ടറിലെ എല്ലാ ഇലക്ട്രോൺസിനും എന്തുണ്ടാവും? പൊല്യൂഷനും അട്രാക്ഷനും അവിടെ നടക്കുന്നുണ്ടല്ലോ, ചാർജസുകൾ തമ്മിൽ. അപ്പൊ അവിടെ എല്ലാ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അണ്ടറിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആകുമ്പോഴാണ് അവിടെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് F equal to minus E into capital E എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 into 10⁻⁻⁹. ഓക്കെ, ദെൻ E എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു കണ്ടക്ടറിൽ സെറ്റപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോഴ്സ് കണ്ടു. ദെൻ ഇതിപ്പോ ഈ പിക്ചറിൽ കാണിക്കുന്നത് ആ റാൻഡംലി മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, ദെൻ നമുക്ക് കാണാനുള്ളത് ആക്സിലറേഷൻ. ദെൻ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് A equal to E into capital E divided by M. അപ്പൊ ഇത് വന്നത് നമുക്കറിയാം, F എന്ന് പറയുന്നത് എന്താണ്? F equal to minus E into E എന്ന് ഓൾറെഡി നമ്മൾ കണ്ടു. സോ നമുക്കറിയാം F equal to MA ആണ്. സോ MA equal to E into E എന്ന് എഴുതിയാൽ A equal to എന്ത് വരും? E into capital E divided by M കിട്ടും. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷന്റെ ഇക്വേഷൻ. ശരിക്കും എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ നമ്മള് മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്ത് ആവശ്യമുള്ളൂ? ഇക്വേഷനെ ആവശ്യമുള്ളൂ. സോ ദെൻ നെക്സ്റ്റ്, ഓരോ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി, അതായത് ഓരോ ഇൻസ്റ്റന്റിലും ഇലക്ട്രോൺസിന് അതിൻ്റെതായിട്ടുള്ള വെലോസിറ്റി അക്യൂർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് V1 equal to U1 plus A τ1 എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്നുള്ളത് V1 എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോണ് അക്യൂർ ചെയ്യുന്ന ഈ വെലോസിറ്റി. ദെൻ U1 എന്ന് പറയുന്നത് ആ ഒരു തെർമൽ വെലോസിറ്റി, നമ്മൾ ഓൾറെഡി കണ്ടു, റാൻഡം മൂവിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു തെർമൽ വെലോസിറ്റി പ്ലസ് A into τ1. A എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ആണ്. τ എന്ന് പറയുന്നത് ഇസ് ദ ടൈം ഇലാപ്സ്ഡ്. ടൈം ഇലാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസിക്വന്റ് ആയിട്ടുള്ള എന്താണ് പൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ അവിടെ, അതിന്റെ ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ τ1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഇലക്ട്രോണ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് V1 U1 τ1 എന്ന് വന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോണിന്റെ കേസാന്ന് പറഞ്ഞത്. സോ ഒരു മെറ്റലിൽ എത്ര നമുക്കറിയാം മെനി ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ആ ഒരു എല്ലാ ഇലക്ട്രോൺസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുണ്ടാവും? നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? V1 equal to U1 plus A τ1 എന്നാണ്. അപ്പോൾ U1 ഇതിപ്പോ നമ്മൾ ഒറ്റ ഇലക്ട്രോണിന്റെ ആണ് എടുത്തത്. അപ്പോൾ ദെൻ നമ്മൾ എല്ലാ ഇലക്ട്രോൺസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം U എന്ന് പറയുന്നത് തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ആവറേജ് തെർമൽ വെലോസിറ്റി 0 ആയിട്ട് പോകും. സോ നമുക്ക് ബാക്കി ആരെയാ ഉള്ളത്? V equal to A τ ആണുള്ളത്, ആണല്ലോ, τ N. അതായത് N ഇലക്ട്രോൺസിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാ ഇലക്ട്രോൺസിന്റെയും ആവറേജ് ഇട്ടിട്ട് τ1 പ്ലസ് τ2 പ്ലസ് എക്സെട്ര പ്ലസ് τ N ഡിവൈഡ് ബൈ N എന്ന് പറയുമ്പോൾ ആവറേജ് ടൈം കിട്ടും നമുക്ക്. സോ നമ്മൾ എന്തായാലും അതിനെ നമ്മൾ τ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്.
V1 നമ്മളിപ്പോ V1 അടുത്ത് നിന്നെങ്കിൽ എല്ലാ ഇലക്ട്രോൺസും കൂടി ഇതാക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, VD ആയിട്ട് അത് കിട്ടും. സോ VDന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, വീടിന്റെ ഇക്വേഷൻ ഇപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയത്, തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയി പോയി. സോ എ ഇൻറ്റു ടോ എന്ന് കിട്ടി. സോ എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് എ. സോ എ ടോ. വിഡിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി, ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ. ഇവിടെ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ദെൻ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്, 9.10 ഇൻറ്റു 10⁻31 ആണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ടോ എന്ന് പറയുന്നത് എന്താണ്, ടൈം ഇലാപ്സ് ആണ്. ദെൻ നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് എന്താന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ നെഗറ്റീവ് സൈൻ ഷോസ് വി ഡി ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് വി ഡി എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് വീഡിന്റെ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ ടോ എന്ന് പറയുന്നത് ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. ഓക്കെ, അപ്പോൾ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, the time interval between two successive collision of electrons with the positive ions in metallic lattice is defined as the relaxation time. അതായത് ഒരു പോസിറ്റീവ് ചാർജുമായിട്ട് ഇലക്ട്രോൺസിന് ഉണ്ടാവുന്ന സക്സസീവ് കൊളീഷന്റെ ഇടയിൽ ഉണ്ടാവുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. റിലാക്സേഷൻ ടൈം കാണാനുള്ള ഇക്വേഷൻ ആണ് മീൻ ഫ്രീ പാത്ത് ഡിവൈഡഡ് ബൈ RMS വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. മീൻ ഫ്രീ പാത്തിനെയാണ് നമ്മൾ ലാംഡ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, VRMS. ദെൻ നമുക്ക് പറയാനുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ദെൻ റൈസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, VRMS. അതെന്തുകൊണ്ടാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് എനർജി അക്വയർ ചെയ്യും. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, കോൺസിക്വന്റ്ലി ടോ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിലെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ആയാൽ ഒബിയസ്ലി നമ്മളെ ഇക്വേഷനിലുള്ള ടേം എന്ന് പറയുന്നത് എന്താവും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൊബിലിറ്റി എന്താണെന്നുള്ളതാണ്. മൊബിലിറ്റി പറഞ്ഞാല് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. അതായത് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്, അതായത് ഒരു ഇലക്ട്രോണിന് യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, മ്യൂ ഈക്വൽ ടു വി ഡി ഡിവൈഡ് ബൈ ഇ. ദെൻ അതിന്റെ യൂണിറ്റ് ഓർത്ത് വെക്കുക, മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ വോൾട്ട് സെക്കൻഡ് ആണ് അതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. Then next ജസ്റ്റ് നമുക്ക് ഓരോ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്മോൾ ബിക്കോസ് ഓഫ് ഫ്രീക്വന്റ് കൊളീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്മോൾ ആയിരിക്കും. The small value of drift velocity produces a large amount of electric current. അതായത് ഓരോന്നും എന്തുണ്ടാവും, നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുക. അതെന്ന് പറയുന്നത് ഒരു ലാർജ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രീംലി ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓരോ ഇലക്ട്രോൺസിനും സ്മോൾ വാല്യൂ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിലും നെറ്റ് എമൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അവിടെ ഒരു സ്മോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തുണ്ടാക്കുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദ പാത്ത് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ സക്സസീവ് കൊളിഷൻ ആർ സ്ട്രൈറ്റ് ലൈൻ. അതായത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുന്നേ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ പാത്ത് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആണ്. വൈൽ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പാത്ത് ആർ ജനറലി കർവ്ഡ്. പാത്ത് എന്ന് പറയുന്നത് എന്താവും, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്താവുന്നുണ്ട്, കർവ്ഡ് ആണ്. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടിലാണല്ലോ മൂവ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് external electric field, the path of electrons are generally curved. Okay. Then next നോക്കാൻ പോകുന്നത് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ മെറ്റൽ ഈസ്, അതായത് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി, മെറ്റലിൽ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഡെൻസിറ്റി എന്താണെന്നുള്ളതാണ്. ജസ്റ്റ് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. അതായത് N എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N = Na × D/A. അതിൽ Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. നമുക്കറിയാം അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 6.02, അതായത് ഒരു മോൾ സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ആറ്റംസിന്റെ എണ്ണത്തിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്, അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. സോ അവഗാഡ്രോ നമ്പർ പറയുന്നത് എത്രയാണ്, 6.02 × 10⁻23 ആണ്. ഓക്കെ. ദെൻ നമ്മളിപ്പോ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ആണ് Na × D/A എന്ന് പറയുന്നത്. അതിൽ Na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. സോറി, NaX × D. Then X എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. Then D എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റൽ ആൻഡ് A എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ഓഫ് മെറ്റൽ. ഓക്കെ, ഓർത്ത് വെക്കുക ഇക്വേഷന്. ഇവിടെ മാറിപ്പോണ്ട, എനിക്ക് മാറി എക്സ് ആണ്, നോട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എൻ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ, ദെൻ ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റൽ, എ എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ആണ്, നോട്ട് ഏരിയ. ഓക്കെ. മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയർ മ്യൂ എന്ന് പറയുന്നത്, മ്യൂവിന്റെ നമ്മൾ ഓൾറെഡി കണ്ടു. മ്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദെൻ വി ഡി നമ്മൾ എന്താക്കി, ഈ ആക്സിലറേഷന്റെ ടേമിൽ നമ്മൾ ഇ ഇൻറ്റു ഇ ബൈ ടോ ഇൻറ്റു എം എന്ന് എഴുതിയല്ലോ. സോ ഇവിടെ ഇക്ക് പകരം ഇവിടെ ചാർജ് ക്യൂ കൊടുത്തിട്ടുള്ളത്. സോ ഇക്വേഷൻ നമ്മൾ എന്ത് മാറ്റി എഴുതി. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി, ഇയും ക്യാൻസൽ ആയി. ലാസ്റ്റ് മൊബിലിറ്റി എന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി എല്ലാം മാറിപ്പോയതാണ്. മൊബിലിറ്റിന്റെ ഇക്വേഷനിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇയും ക്യാൻസൽ ആയി. ലാസ്റ്റ് മൊബിലിറ്റിന്റെ ഇക്വേഷൻ Q ടോ ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. Q എന്ന് പറയുന്നത് ചാർജ് ആണ്. ദെൻ ടോ എന്ന് പറയുന്നത് എന്താണ്, റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ ടൈം ഇലാപ്സ് ആണ്. ദെൻ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ആണ്. സോ നമ്മള് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ദെൻ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പറയാം, മ്യൂ ഇ = ഇ ഇൻറ്റു ടോ ഇ ഡിവൈഡ് ബൈ എം എന്ന് പറയാം. ഓക്കെ. Then the total current conducting material is the sum of current due to positive current carriers and negative current carriers. Then നമുക്ക് VD നെ എങ്ങനെ എഴുതാം, മൊബിലിറ്റി എന്ന് പറയുന്നത് VD ഡിവൈഡ് ബൈ ഇ ആണെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ മൊബിലിറ്റിന്റെ ടേമിൽ VD = മ്യൂ ഇൻറ്റു ഇ എന്ന് എഴുതാം. സോ വീഡിന്റെ മൊബിലിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് m², s⁻⁻1 v⁻⁻1 ആണ്. അല്ലെങ്കിൽ മീറ്റർ m s⁻⁻1 n⁻⁻1 കൂളോം. സി പറയുമ്പോൾ കൂളോം. ഓക്കെ. നെക്സ്റ്റ് നോക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും
ദെൻ ലെങ്ത് യെല്ലോ ഉള്ള ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു എൽ ആണ് നമുക്കറിയാം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിട്ട് എൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് കണ്ടക്ടർ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് എൻ എന്ത് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എൻ ആണെന്നുണ്ടെങ്കിൽ ദെൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു എൻ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് സിമ്പിൾ. ദെൻ ടോട്ടൽ ചാർജ് ഓൺ ഓൾ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ, അതായത് ടോട്ടൽ ചാർജ് എന്തായിരിക്കും, നമ്മളിപ്പോ ടോട്ടൽ എണ്ണാണ് നമ്മൾ കണ്ടത്, അതായത് എ ഇൻറ്റു എൽ എന്നുള്ള വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇത് എ എൽ എൻ എന്ന് പറയുന്നത്. ദെൻ ചാർജ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, ഇൻറ്റു ഇ, അതായത് ഓരോ ഇലക്ട്രോൺസിന്റെയും ചാർജ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ ഈക്വൽ ടു എ എൽ ഇൻറ്റു എൻ ഇ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ എന്താണ് ഇന്റെ ഇക്വേഷനും ഐന്റെ ഇക്വേഷനും ഒക്കെ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താണ് നമ്മളെ റിലേഷൻ വരുന്നത് എങ്ങനെയാണ്, ഐ ഈക്വൽ ടു എ ഇൻറ്റു എൻ ഇ സ്ക്വയർ ടോ ഇൻറ്റു ഇ ഡിവൈഡ് ബൈ എം. ഓക്കെ, ഡെറിവേഷൻ ഒന്നും നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഇവിടെ ഐ ഈക്വൽ ടു എ ഇൻറ്റു എൻ ഇൻറ്റു ഇ സ്ക്വയർ ടോ ഇൻറ്റു ഇ ഡിവൈഡ് ബൈ എം. ഓരോ ടേംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എ എന്ന് പറയുന്നത് ഏരിയ ആണ്, എൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്, ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, ദെൻ ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ദെൻ എം എന്ന് പറയുന്നത് മാസ്. ഓക്കെ, മാസ് ഓഫ് ഇലക്ട്രോൺസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നോട്ടിൽ കണ്ടന്റ് എല്ലാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നോട്ട് വായിച്ചാൽ ഇരുന്ന് മനസ്സിലാവും വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടൈം കളയണ്ടെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് പോകുന്നത്. എക്സാം ഓൾറെഡി അടുത്ത് വന്നതല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹോംസ് ലോ ആണ് പറയാനുള്ളത്. ഹോംസ് ലോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹോംസ് ലോ എന്താ പറയുന്നത്, ഹോംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് അതിന്റെ രണ്ട് എൻഡ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഓംസ് ലോ പറയുന്നത്. ദെൻ ഇക്വേഷൻ വൈസ് നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് എഴുതാം. സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റി വി ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ ഒരു കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ബൈ ഐ ഈക്വൽ ടു വി ഈക്വൽ ടു ഐ ആർ, ദെൻ വി ബൈ ഐ ഈക്വൽ ടു ആർ, ദാറ്റ് ആർ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ ഇപ്പോ ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, വീടിന്റെ ടേമിലും നമ്മൾ എന്താക്കുന്നത് ഐനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഓരോ ഇക്വേഷൻസും ഇന്റെയും ഐന്റെയും ഒക്കെ ഇക്വേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ ഈക്വൽ ടു എ ഇൻറ്റു എൻ ഇ ഇൻറ്റു ഇ വി ഡിവൈഡ് ബൈ എം ഇൻറ്റു എൽ. ഇവിടെ വി ബൈ എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ പി ബൈ എൽ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതിയിട്ടുള്ളത്. ഇത് നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെയാണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ റിലേഷൻ കണ്ടപ്പോൾ കണ്ടല്ലോ, എ ഇൻറ്റു എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു എൽ. ഇവിടെ ഇപ്പൊ വി ബൈ നേരത്തെ ഇക്വേഷനിൽ ഇ ഉണ്ടായി, സോ ആ ഇ മാറ്റിയിട്ട് വി ബൈ എൽ എന്ന് മാറ്റി എഴുതി മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. അപ്പോൾ ആ ഇക്വേഷനെ നമ്മൾ എന്താ എന്താ കണ്ടത്,
നമ്മളിപ്പോ കോൺസ്റ്റന്റ്, അതായത് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടതാണ്. വി ബൈ ഐ ഈക്വൽ ടു എം എൽ എം ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു എൻ ഇൻറ്റു ഇ സ്ക്വയർ. എന്താണ് വി ബൈ ഐ എന്ന് പറഞ്ഞ റേഷ്യോ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അതാണ് for a given value of n n, l and at a given temperature. ഇത് ഓർത്ത് വെക്കണം, ഓരോ ടേമും at a given temperature-ലാണ് ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അതായത് ആർ എന്നുള്ള കോൺസ്റ്റന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ദസ് വി ഈക്വൽ ടു ആർ ഐ, ദാറ്റ് ഈസ് ഓംസ് ലോ. ദെൻ ഓംസ് ലോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ അല്ല. എല്ലാ സബ്സ്റ്റൻസും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല ആണ്. ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ദ സബ്സ്റ്റൻസ് വിച്ച് ഒബേ ഓംസ് ലോ ആർ നോൺ ആസ് ഓമിക് സബ്സ്റ്റൻസ്. അതായത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ മാത്രമാണ് നമ്മൾ ഓമിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എല്ലാ എക്യുപ്മെന്റ് അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യുന്നില്ല, ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ല എന്ന് പറയുന്നത്. ദെൻ ഗ്രാഫ് കാണിക്കുകയാണ്. ഗ്രാഫ് between V and I for a metallic conductor is a straight line. At different temperature, VI curves are different. അതായത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. നമ്മളിവിടെ ഓംസ് ലോ പറയുന്നത് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഓരോന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആ സ്ട്രൈറ്റ് ലൈനുകൾ മാറും. അതെ, ഓക്കെ. ദാറ്റ് മീൻസ് T1 എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻ, അതായത് ഒരു ആംഗിൾ എന്ന് പറയുന്നത് മാറും. ഓക്കെ, ദെൻ സ്ലോപ്പ് ഓഫ് ദ, ദെൻ നെക്സ്റ്റ് നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ. അപ്പോൾ ഒരു വി ഐ ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റെസിസ്റ്റൻസ് ആയിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടാൻ തീറ്റ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ലൈൻ ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു വി ബൈ ഐ ഈക്വൽ ടു ആർ ആണ്. ദെൻ ഇവിടെ ഡിഫറെന്റ് ടെമ്പറേച്ചറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ടാൻ തീറ്റ 1 ഗ്രേറ്റർ ദാൻ ടാൻ തീറ്റ ആയിരിക്കും. ദാറ്റ് മീൻസ് R1 ഗ്രേറ്റർ ദാൻ R2, ദാറ്റ് ഈസ് T1 ഗ്രേറ്റർ ദാൻ T2. അതിനെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, എന്ത്, R എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. Then non-ohmic ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്. The device or substance which don't obey Ohm's law, example gases, crystals, rectifiers, thermionic valve, transistors, diodes, etc. are non-ohmic അല്ലെങ്കിൽ ഓർ നോൺ ലീനിയർ കണ്ടക്ടേഴ്സ് ആണ്. അതായത് ഓംസ് ലോ അത് എന്ത് ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ല. നോൺ ഓമിക് ഡിവൈസിനെയാണ് നമ്മൾ നോൺ ലീനിയർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, വി ഐ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ലീനിയർ ആണെന്നുണ്ടാവുക. പക്ഷെ നോണോമിക് ഡിവൈസിന് എന്തായിരിക്കില്ല, ലീനിയർ ഗ്രാഫ് അല്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാനുള്ളത് സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ആയാലും ഡൈനാമിക് റെസിസ്റ്റൻസ് ആയാലും അത് ഇൻവേഴ്സ് ഓഫ് സ്ലോപ്പ് ആണ്. നമുക്കറിയാം ടാൻ തീറ്റ പറയുമ്പോൾ സ്ലോപ്പ് ആണല്ലോ. ദെൻ റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റിക് റെസിസ്റ്റൻസും ഡൈനാമിക് റെസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസിന്റെ അണ്ടറിൽ പറയുന്നതാണ്. ദെൻ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എസിന്റെ അണ്ടറിൽ പറയുന്നതാണ്. ഇവിടെ അതായത് സ്റ്റാറ്റിക് റെസിസ്റ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് AC വോൾട്ടേജും, ദെൻ AC വോൾട്ടേജ് നമുക്ക് എന്താ ഉണ്ടാവുക, AC കറണ്ട് ഉണ്ടാവുക. സെയിം, സോറി AC അല്ല, സ്റ്റാറ്റിക്കില് DC ആണ് ഉണ്ടാവുന്നത്. ദെൻ ഡൈനാമിക്കിലാണ് AC നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു ക്രിസ്റ്റൽ റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു നോണോമിക് ഡിവൈസ് ആണ്. അങ്ങനെ നോണോമിക് ഡിവൈസിൽ ഉണ്ടാവുന്ന ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. അപ്പോ അതിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞു, അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കില്ല, ലീനിയർ ഗ്രാഫ് അല്ല ഉണ്ടാവുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഐഡിയൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ദെൻ നമുക്ക് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താണ്? നോൺ ലീനിയർ ആണ്. ദെൻ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഡൈനാമിക് റെസിസ്റ്റൻസിൽ ഡെൽ വി ഡിവൈഡ് ബൈ ഡെൽ ഐ ആണ്. അതായത് ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത്. ആ ഡിഫറൻസ് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നതാണ്? ഇവിടെ ഒരു ടാൻജന്റ് വരക്കുന്നതാണ്. ആ ടാൻജന്റ് ഈ ഒരു ആക്സിസിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? ഫൈ. അപ്പോൾ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നമുക്ക് ഓംസ് ലോയിൽ പറഞ്ഞു. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, the electrical resistance of a conductor is the obstruction caused by the conductor to the flow of electric current through it. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന ഓപ്പോസിഷൻ എന്താണോ അതാണ് നമ്മൾ എന്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ടേം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് R equal to V by I. Then resistance ന്റെ ഓരോ the resistance of a conductor depends upon the following. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ ലെങ്ത്. കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്തിന്? റെസിസ്റ്റൻസിന്. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ദെൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് റെസിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? R directly resistance is directly proportional to L and inversely proportional to A എന്ന് പറയുന്നതിന് ഒറ്റ ടേം ആയിട്ട് നമുക്ക് R directly proportional to L by A എന്ന് എഴുതാം. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ അവിടെ ഈക്വൽ ടു സൈൻ മാറ്റി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്ത് റോ ഇൻസേർട്ട് ചെയ്തു. സോ R equal to റോ L by A. ഓക്കെ, ഇവിടെ ഇപ്പൊ L എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. ദെൻ A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ദെൻ റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന സംഭവം. ഓക്കെ, ദെൻ റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് നോക്കാം. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റോ ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ഈസ് നോൺ ആസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി. ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റിന്റെ വേറൊരു നെയിം ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. മാറിപ്പോണ്ട, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണ്, റോ ആണ്. Then specific resistance of the material of a conductor is defined as the resistance of a unit length with unit area of cross section. Unit length unit area of cross section ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. It is the resistance of unit length with unit area of cross section of material of the conductor. അതായത് ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് ലെങ്ത്തിലും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനിലും ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിന്റെ വേറൊരു നെയിമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓംസ് മീറ്റർ ആണ്. ദെൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml ക്യൂബ് T⁻³ A⁻²2 ആണ്. ദെൻ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? റോ ഈക്വൽ ടു റോന്റെ ഫോർമുല എന്ന് പറയുന്നത് m ഡിവൈഡ് ബൈ NE² ടോ എന്നുള്ളതാണ്. ഓക്കെ, ഡെറിവേഷനെ കുറിച്ചൊന്നും നോക്കണ്ട. ദെൻ നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റീസ്, അതായത് റെസിസ്റ്റിവിറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് അതെന്ന് പറയുന്നത് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ്. ഒരു സബ്സ്റ്റൻസിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആയിട്ടാണ് റെസിസ്റ്റിവിറ്റിനെ നമ്മൾ പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബോഡി. അതായത് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയലിന്റെ ഷേപ്പിനെയോ സൈസിനെയോ എന്താക്കുന്നില്ല, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ്. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ഓരോ മെറ്റീരിയൽ വൈസ് എന്താവും, റെസിസ്റ്റിവിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ വൈസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ മാറുന്നതിനനുസരിച്ച് എന്താവും, റെസിസ്റ്റിവിറ്റി മാറും. ദെൻ മിനിമം റെസിസ്റ്റിവിറ്റി കാണിക്കുന്നത് സിൽവർ ആണ്. സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1.6 × 10⁻⁻8 ഓം മീറ്റർ ആണ്. ദെൻ മാക്സിമം റെസിസ്റ്റിവിറ്റി കാണിക്കുന്നത് ഫ്യൂസ്ഡ് കോർഡ്സ് ആണ്. അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻16 ആണ്. ഓക്കെ, ഓർത്ത് വെക്കാൻ. ദെൻ നമുക്ക് ഓരോ മെറ്റീരിയൽ വൈസ് ഓരോ ഇതിന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാ വരുന്നത് നോക്കാം. ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി പ്രോസസ് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഫ്യൂസ്ഡ് കോർഡ്സ് ആണ്. മനസ്സിലാക്കുക, ഇൻസുലേറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ഉണ്ടാവുക. ദെൻ ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറവുള്ളത് അലോയ്സിന്, അതും കഴിഞ്ഞിട്ട് സെമി കണ്ടക്ടേഴ്സിന്. ദെൻ ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി ഉള്ളത് ആർക്കാണ്? കണ്ടക്ടേഴ്സിനാണ്. കണ്ടക്ടറിലും ഏറ്റവും കുറവ് റെസിസ്റ്റിവിറ്റി പ്രോസസ് ചെയ്യുന്നത് സിൽവർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറഞ്ഞ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഏറ്റവും കൂടുതലുള്ളത് ഇൻസുലേറ്റേഴ്സിനും ഏറ്റവും കുറവുള്ളത് കണ്ടക്ടേഴ്സിനുമാണ്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഫോർ മെറ്റൽസ്. അതായത് റെസിസ്റ്റിവിറ്റിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനുള്ള ഒരു ഇക്വേഷൻ ആണ് ρT = ρ0 × 1 + α × ഡെൽറ്റ. ദെൻ ρ0 എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ളത്. ദെൻ ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ. ദെൻ ΔT എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ദെൻ റെസിസ്റ്റിവിറ്റിനെ കുറിച്ച് ഇനി പറയാനുള്ളത് റെസിസ്റ്റിവിറ്റി ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചറിൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എങ്ങനെയാ പറഞ്ഞത്? ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിന് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ദ ഇമ്പ്യൂരിറ്റി ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. അതായത് ഇമ്പ്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചും റെസിസ്റ്റിവിറ്റി കൂടും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ഓൾ മെറ്റൽ എക്സെപ്റ്റ് ഇൻ അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്താക്കുന്നുണ്ട്? റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവം നടക്കാത്തത് അയണില്, കൊബാൾട്ടില്, നിക്കലില്, ഈ 3 മെറ്റീരിയൽസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാത്തത്. Then resistivity of certain substance like selenium, cadmium, sulfide is inversely proportional to intensity of light falling upon it. Okay. Then already കണ്ട equations തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. R എന്ന് പറഞ്ഞാല് then R = V/I ആണെന്ന് ഓംസ് ലോയിൽ നമ്മൾ കണ്ടു. then നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷന് M × L × A × N E² then ഇതില് നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് M × NE² × L/A എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്തായി? നമ്മൾ ഇക്വേഷൻ ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ρL/A എന്നായി. ദാറ്റ് മീൻസ് ഈ ഒരു ടേം എന്ന് പറയുന്നത് റോക്ക് ഈക്വലന്റ് ആയിട്ട് വന്നല്ലോ. സോ ρ = എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? M/NE² × τ എന്ന് എഴുതാം. ഓക്കെ,
ടേംസുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഓരോ ടേംസ് എന്താന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്സിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കണ്ടക്ടിവിറ്റി എന്താണെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. ഓക്കെ, ഈക്വൽ ടു 1/ρ ആണ് വിത്ത് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ റോന്റെ ഇൻവേഴ്സ് റെസിപ്രോക്കൽ ആയിരിക്കും. ദെൻ മോ 1/ഓമിനെയാണ് നമ്മൾ എന്ത് പറയാ, മോ എന്ന് പറയുന്നത്. മോ പെർ മീറ്റർ ആണ്. ദെൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, m⁻⁻1 l⁻⁻3 ദെൻ t⁻3 ഇൻറ്റു a സ്ക്വയർ. ഓക്കെ, ഇതാണ് കണ്ടക്ടിവിറ്റി. ദെൻ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റെസിസ്റ്റിവിറ്റിന്റെ റെസിപ്രോക്കൽ, ദെൻ കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ. അതായത് കണ്ടക്ടൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി വെച്ചിട്ടാണ്. സി ഈക്വൽ ടു എന്താണ്, 1/r ആണ്. ഇറ്റ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/ohm. ദാറ്റ് ഈസ് സിം. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ അതിന്റെ വി ഐ റിലേഷന് അതിന്റെ ഒരു ഗ്രാഫ് കാണിച്ചതാണ്. ദെൻ നമുക്ക് നോക്കാനുള്ളത് കറന്റ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ജെ എന്ന് പറയുന്നത് എന്താണ്, കറന്റ് ഡെൻസിറ്റി ആണ്. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ ഐന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദെൻ ഇത് മൂന്നുമുള്ള റിലേഷൻ ആണ് എന്ത്, ജെ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കറന്റ് ഡെൻസിറ്റിയും കണ്ടക്ടൻസും ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വെക്കുക. ജെ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. ദെൻ ഓരോ മെറ്റീരിയൽസിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്കറിയാം കണ്ടക്ടേഴ്സ് മാത്രമേ അല്ല ഉള്ളത്, ഇൻസുലേറ്റേഴ്സ്. മെറ്റീരിയൽസ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വെരി സ്മോൾ അല്ലെങ്കിൽ നില്ലാണ്. നിൽ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നില്ല, കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. Insulators do not conduct charges. Then when a small potential difference is applied across the two ends of an insulator, the current through the insulator is zero. ഒന്നുമില്ല, നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ പോലും അവിടെ എന്തുണ്ടാവുന്നില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ലാസ്റ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്ലാസ്, റബ്ബർ, വുഡ് ഒക്കെ എന്താണ്, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് കണ്ടക്ടർ. കണ്ടക്ടർ എന്താണ്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കറന്റിനെ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. ദീസ് ആർ ദോസ് മെറ്റീരിയൽസ് whose electrical conductivity is very high. Okay, conductor conducts charge very easily. When a small potential difference applied across two ends of conductor, a strong current flows through it. ഒരു സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എന്തുണ്ടാകുന്നുണ്ട്, റിസൾട്ട് ആയിട്ട് ഒരു സ്ട്രോങ് കറന്റ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്, കണ്ടക്ടറിൽ ക്രിയേറ്റഡ് ആകുന്നുണ്ട്. For superconductors, the value of electrical conductivity is infinite and electrical resistivity is zero. ഓർത്ത് വെക്കുക, സൂപ്പർ കണ്ടക്ടേഴ്സിന് എന്താണ് വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, എക്സാമ്പിൾ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് എല്ലാ മെറ്റൽസും കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ദെൻ ലൈക്ക് കോപ്പർ, സിൽവർ, അലുമിനിയം, ടങ്സ്റ്റൺ ഒക്കെ എന്താണ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ എന്താണ് സെമി കണ്ടക്ടർ? നമ്മൾ ഇൻസുലേറ്റർ കണ്ടു. ഇൻസുലേറ്റർ പറഞ്ഞാൽ ഒട്ടും കറണ്ടിനെ അലോ ചെയ്യുന്നില്ല. ദെൻ കണ്ടക്ടർ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ദെൻ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് മെറ്റീരിയൽസ് ഹൂസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. അതായത് കണ്ടക്ടേഴ്സിന്റെ അത്ര തന്നെ കണ്ടക്ടിവിറ്റി ഇല്ല, എന്നാൽ ഇൻസുലേറ്ററിന്റെ അത്രത്തോളം റെസിസ്റ്റിവിറ്റി ഇല്ല. Okay, semiconductors can conduct charge but not so easily as in case of conductor. അതായത് സെമി കണ്ടക്ടേഴ്സിന് ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബട്ട് എന്ത് കണ്ടക്ടേഴ്സിന്റെ അത്ര തന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. When a small potential difference is applied across the ends of semiconductor, a weak current is flows through the semiconductor due to the motion of electrons and holes. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻസുലേറ്റേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താലും അവിടെ കറണ്ട് നില്ലാണ്, അവിടെ ഉണ്ടാവുന്നേ ഇല്ല, കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുന്നേ ഇല്ല. കണ്ടക്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ഒരു സ്ട്രോങ് കറണ്ട് ഫ്ലോ ഇതിൽ ഉണ്ടാവുന്നുണ്ട്, കണ്ടക്ടറിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സെമി കണ്ടക്ടറിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തേ തരുന്നുള്ളൂ, ഒരു വീക്ക് കറണ്ടിന്റെ ഫ്ലോയെ തരുന്നുള്ളൂ. അവിടെ ഉണ്ടാവുന്ന വീക്ക് കറണ്ട് ഫ്ലോക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്, മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഓക്കെ, then semiconductor materialsനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ജെർമാനിയം, സിലിക്കൺ എക്സെട്ര ആർ ദ examples for semiconductor. The value of electrical resistance are increases with the rise of temperature. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടെമ്പറേച്ചർ റൈസിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സെയിം സംഭവം തന്നെ റെസിസ്റ്റൻസിന്റെ കാര്യത്തിലും, റെസിസ്റ്റൻസും എന്താണ് ടെമ്പറേച്ചറിന്റെ ഇൻക്രീസിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഇക്വേഷൻ ആണ് ആൽഫ ഈക്വൽ ടു ആർ ടി മൈനസ് ആർ സീറോ ഡിവൈഡ് ബൈ ആർ സീറോ ഇൻറ്റു ടി എന്ന് പറയുന്നത്. അതായത് ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? The temperature coefficient of resistance is defined as the increase in resistance per unit original resistance. അതായത് യൂണിറ്റ് ഒറിജിനൽ റെസിസ്റ്റൻസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി ഓഫ് സെൽഷ്യസ് ഓർ കെൽവിൻ റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അതായത് എത്രത്തോളം ഇൻക്രീസ് ആണ് ആ ഒരു ഇനീഷ്യൽ റെസിസ്റ്റൻസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായത് എന്നുള്ളത്. അതാണ് എന്ത്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഫോർ മെറ്റൽസ് ലൈക്ക് സിൽവർ, കോപ്പർ എക്സെട്ര ദ വാല്യൂ ഓഫ് ആൽഫ, എ അല്ല ആൽഫ ആണ്, ആൽഫ ഈസ് പോസിറ്റീവ്, therefore resistance of metal increases with the rise in temperature. Resistance of metal increases with the rise in temperature. The unit of alpha is Kelvin inverse or Celsius inverse. Okay. Then next ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെയും കേസിലേക്ക് പോവാം. ഫോർ ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആൽഫ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സിന് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് കണ്ടക്ടറിൽ എന്താണ് ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ദെൻ സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. therefore the resistance decreases with the temperature റൈസ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സിന്റെ കേസിലായാലും സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലായാലും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഓംസ് ലോ എന്ന് പറയുന്നത് എന്തല്ല, ഒരു യൂണിവേഴ്സൽ അല്ല. അതായത് എല്ലാ ഡിവൈസും ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഡിവൈസിനാണ് ഓമിക് സബ്സ്റ്റൻസ് പറയുന്നത്. ചെയ്യാത്ത ഡിവൈസിനെ നമ്മൾ നോൺ
Those devices which do not obey Ohm's law are called a non-ohmic device. For example, vacuum tube, semiconductor, diodes, liquid electrolyte, transistors, etc. are non-ohmic devices. Non-ohmic device-നുള്ള examples ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസിനെയാണ് നോൺ ഓമിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഫോർ ഓൾ നോൺ ഓമിക് ഡിവൈസ് VI graph has one or more of the following characters. Then non-ohmic deviceന്റെ VI ഗ്രാഫിന്റെ characters ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഒരു നോൺ ഓമിക് ഡിവൈസിന്റെ ഗ്രാഫ് VI ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. The relation between V and I depends on the sign of V. It means if I is the current for a certain value of V, then reversing the direction of V, keeping its magnitude fixed, does not produce a current of same magnitude I in the opposite direction. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നോണോമിക് ഡിവൈസിലെ VI ഗ്രാഫില് കറണ്ട് എന്ന് പറയുന്നത് വിന്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു പോസിറ്റീവ് വി നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്കൊരു I എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മാഗ്നിറ്റ്യൂഡ് I കിട്ടി ഒന്ന് കൺസിഡർ ചെയ്യാം. ദെൻ നമ്മൾ വിന്റെ സൈന് നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് കിട്ടൂല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൈൻ ഓഫ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. the relation between V and I depends on sign of V. ഓക്കെ, അങ്ങനെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ ഇപ്പൊ വോൾട്ടേജിന്റെ ഇതിപ്പോ നമുക്ക് അറിയാം, ഇതെന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലുള്ളതാണ്, ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലുള്ളതാണ്. ഇവിടെ ഇപ്പൊ എന്താണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് അല്ല മാറ്റിയിട്ടുള്ളത്, അതായത് സൈൻ ആണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തന്നെ ഗ്രാഫിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ next, the relation between V and I is not unique. That is, there is more than one value of V for the same current I. അതാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ളത്. എന്താ ഈ ഒരു ഗ്രാഫിൽ, മുകളിലുള്ള ഗ്രാഫിൽ നോക്കിക്കേ, സെയിം വാല്യൂ ഓഫ് കറന്റ് വോൾട്ടേജിന് എന്തുണ്ട്? ഡിഫറെന്റ് വാല്യൂ ഓഫ് കറന്റ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ ഫീച്ചർ എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? യുണീക്ക് ആയിരിക്കില്ല. ദർ ഈസ് മോർ ദാൻ വൺ വാല്യൂ ഓഫ് V for the same current. അതായത് നേരെ തിരിച്ചുണ്ടാവാന്ന് മാത്രം. Then നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കളർ കോഡിന്റെ കാര്യമാണ്. അതായത് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡ്. കളർ കോഡിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കളർ കോഡ് എന്ന് പറയുമ്പോൾ കാർബൺ റെസിസ്റ്റൻസിന് റെസിസ്റ്ററിന്റെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ പറയുന്നത് കളർ കോഡ് ഓഫ് കാർബൺ റെസിസ്റ്റർ ആണ്. കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. കളർ കോഡിന്റെ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കളർ കോഡിൽ പറയുന്നത് എന്താണ്? ഒരു കാർബൺ റെസിസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ ബാൻഡ്സ് ഉണ്ടാവും. ഓരോ കുറെ ബാൻഡ്സ് എന്നല്ല, 4 ബാൻഡ്സ് ഉണ്ടാവും. സോ ഓരോ ബാൻഡ്സിനും ഡിഫറെന്റ് കളേഴ്സ് ഓർ സെയിം കളേഴ്സ് ഉണ്ടാവാം. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബൺ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ടേബിൾ ആണ്. ദെൻ കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലാക്ക്, ബ്രൗൺ,
കളേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ. ദെൻ നമ്പർ നമ്മൾ കൊടുക്കുന്നത് 0 മുതലാണ് 0 to 9 ആണ് നമ്മൾ കളറിന് നമ്പർ കൊടുക്കുന്നത്. ദെൻ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലയർ, അതായത് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ 10ന് പവേഴ്സ് വരുന്നത്. ലാസ്റ്റ് ഗോൾഡിന്റെ സിൽവറിന്റെയും കാര്യം നോക്കാം. അതോടെ പവർ എന്ന് പറയുന്നത് മൈനസ് പവർ ആണ്. ദെൻ കളർ, ദെൻ ടോളറൻസിന്റെ കാര്യം പറയുമ്പോൾ ഗോൾഡിനുള്ള ടോളറൻസ് എന്ന് പറയുന്നത് എന്താണ്? 5% ആണ്. സിൽവറിന് 10%, കളർ ഇല്ലെങ്കിൽ 20%. ദെൻ കളർ, അതായത് കളർ നമ്മൾ റിമെമ്പർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇതാണ് ബി റോയ് ഓഫ് ഗ്രേറ്റ് ആണ്, ഗ്രീൻ അല്ല കേട്ടോ. ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. അങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഓക്കെ, ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഓക്കെ. Way of finding the resistance of carbon resistor from its color coding. നമ്മൾ അതാണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാർബൺ റെസിസ്റ്റർ എടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു പിക്ചറിൽ കണ്ട പോലെ, ഈ ഒരു ഫിഗറിൽ കണ്ട പോലെ ഉണ്ടാവുക. ഓരോ ബാൻഡ്സുകൾ ഉണ്ടാവും, ഓരോ ബാൻഡ്സ് അല്ലെങ്കിൽ സ്ട്രിപ്സ് ഉണ്ടാവും. സ്ട്രിപ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആർ ഗിവൺ ഓൺ ദ ബോഡി ഓഫ് റെസിസ്റ്റർ. The colors on strips are noted from left to right ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളേഴ്സിനെ നമ്മൾ സ്ട്രിപ്പിനെ കൺസിഡർ ചെയ്തിട്ട് കളർ നോക്കുന്നത്. ദെൻ കളർ ഓഫ് ഫസ്റ്റ് സ്ട്രിപ്പ് എ, അതായത് ഫസ്റ്റ് സ്ട്രിപ്പ് എയിൽ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രം ദ എൻഡ് ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് റെസിസ്റ്റൻസ് ഓം. അതായത് നമ്മൾ ഇവിടെ ഇപ്പൊ കാണുന്നത് എന്താ വെച്ചാൽ ഒരു കാർബൺ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാന്നുള്ളതാണ്. അപ്പൊ ഈ ഫസ്റ്റ് സ്ട്രിപ്പിന്റെ അതിന്റെ കളർ എന്താണോ അതിന് ഓരോ കളറിനും ഓരോ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, 0 to 9. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, അതായത് ഈ എ എന്നുള്ളത് കളർ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ഓം ആയിരിക്കും. ദെൻ കളർ ഓഫ് സെക്കൻഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. അതാണ് സെക്കൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കും. ദെൻ കളർ ഓഫ് തേർഡ് സ്ട്രിപ്പിന്റെ കളർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് മൾട്ടിപ്ലയറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ 10ന്റെ പവർ, എത്ര സീറോസ് 10ന് വരണം എന്നുള്ളത്. നമ്പർ ഓഫ് സീറോ ദാറ്റ് വിൽ ഫോളോ ആഫ്റ്റർ ദ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതായത് ഒരു 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കഴിഞ്ഞാൽ എത്ര സീറോസ് വരണം എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് തേർഡ് സ്ട്രിപ്പിന്റെ കളർ എന്ന് പറയുന്നത്. ദ കളർ ഓഫ് ഫോർത്ത് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ടോളറൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇത് ഫസ്റ്റ് സ്ട്രിപ്പ് 6, ദെൻ സെക്കൻഡ് സ്ട്രിപ്പ് ആ ഒരു ഇതിൽ തന്നെ നോക്കിയേക്ക്. സെക്കൻഡ് സ്ട്രിപ്പ് ഓറഞ്ച്, ദെൻ തേർഡ് സ്ട്രിപ്പ് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു നോ കളർ ആണെന്നുള്ളതും കൺസിഡർ ചെയ്തു. ദെൻ 6 എന്ന് പറയുന്നത് നമ്പർ എത്രയാണ്? ബി, ഫസ്റ്റത്തെ നമ്പർ 0 ആണ്. ദെൻ 1, 2, അതായത് ഇത് 2 ആണ്. ദെൻ ഓ എന്ന് പറയുന്നത് 3 ആണ്. ദെൻ വൈ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് 10ന്റെ പവർ 23 into 10 raised to 4 കൊടുക്കുക. ദെൻ മൈനസ് നോ കളറിന്റെ ടോളറൻസ് എത്രയാണ്? 20% ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക, കാർബൺ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് കളർ കോഡ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ദെൻ നെക്സ്റ്റ് പോവാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻ. റെസിസ്റ്ററിന്റെ കോമ്പിനേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ദെൻ സിമ്പിൾ ആണ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ കണ്ട പോലെ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ റിസൾട്ടന്റ് ആർ ഇക്വലന്റ് എന്ന് പറയുമ്പോൾ എന്താണ് R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സീരീസിലാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റെസിസ്റ്ററിലും എന്തായിരിക്കും കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ബട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. റെസിസ്റ്റേഴ്സ് സീരീസ്ലി കണക്ട് ചെയ്തിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓരോ സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റെസിസ്റ്റേഴ്സിലും സെയിം കറണ്ടും ഡിഫറെന്റ് വോൾട്ടേജും ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. R1-ലായാലും R2-ലായാലും R3-ലായാലും സെയിം കറണ്ട് ആണ്, ബട്ട് ഡിഫറെന്റ് വോൾട്ടേജ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർ ഇക്വലന്റിന്റെ ഇക്വേഷന് കാണുന്നത്. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ആ ഒരു നമ്മൾ എത്ര റെസിസ്റ്റേഴ്സ് ആണോ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അതിന് ഇക്വലന്റ് ആയിട്ട് ഒറ്റ റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യും. അതാണ് ആർ എസ് എന്ന് പറയുന്നത്. ആ ആർ എസിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഫൈനലി ഫൈൻഡ് ചെയ്തത്, R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ചെയ്തത്. ഓക്കെ. ദെൻ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻ സീരീസ് റെസിസ്റ്റൻസ് സർക്യൂട്ട് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ കറന്റ് ഇൻ ദ ഈസ് സെയിം ഇൻ എവരി റെസിസ്റ്റേഴ്സ്. എല്ലാ റെസിസ്റ്റേഴ്സിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് വേരിയസ് റെസിസ്റ്റേഴ്സ്. അതായത് അത് പറയുന്നത് റെസിസ്റ്റേഴ്സിന്റെ പൊസിഷൻ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എല്ലാ റെസിസ്റ്റേഴ്സിലും സെയിം കറന്റ് ആണെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് അവ തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. അതായത് ഓരോ റെസിസ്റ്റേഴ്സിലും ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. ദ വോൾട്ടേജ് അക്രോസ് എനി റെസിസ്റ്റേഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ. അതായത് ഓരോ റെസിസ്റ്റർ നമ്മൾ എന്താ പറയുക, കറണ്ട് സെയിം ആയിരിക്കും, ബട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത് എങ്ങനെയാണ്, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റർ ആയിരിക്കും. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് പ്ലസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ഒരു സെല്ലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി ചെയ്യണം, ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി പ്ലസ് ചെയ്യണം. Okay. Then the total resistance in the series circuit is obviously more than the greatest resistance in the circuit. അതായത് ഒരു സർക്യൂട്ടിലെ ഗ്രേറ്റസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സീരീസ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ടിലുള്ള. അതായത് ആ സർക്യൂട്ടിലുള്ള ഗ്രേറ്റസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം എല്ലാ റെസിസ്റ്റൻസും സം ചെയ്താൽ പിന്നെ അതിലുള്ള ഏറ്റവും വലിയ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത്. Then resistance in parallel connection. Resistance in parallel connectionന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫിഗറിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ജംഗ്ഷൻസ് ഒക്കെ എന്താ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജംഗ്ഷൻസ് ഫോം ചെയ്യുമ്പോൾ തന്നെ ഓരോ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ പാത്താണ്. അപ്പോൾ ഓരോ പാത്തും ഡിഫറെന്റ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോൾ ഓരോ പാത്തിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്തായും ഡിഫറെന്റ് ആയിരിക്കും. അവിടെ ഇപ്പൊ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ എന്താണ് കറണ്ട് റിസോൾവ്ഡ് ആയി പോകും. അതായത് ആർ വൺ ഈ ഒരു പാത്തിലുള്ള റെസിസ്റ്റൻസിന് അക്കോർഡൻസ്
റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അക്കോർഡൻസ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു പാത്തിൽ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത്. സെയിം ഈ ബാക്കി രണ്ട് പാത്തിലും, അതായത് ഓരോ പാത്തും എത്രത്തോളം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഓരോ കറണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ വെച്ചിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. R1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ R2നേക്കാളും R3നേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ I1 എന്ത് പറയും, എങ്ങനെയായിരിക്കും, I2നേക്കാളും I3നേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്ത് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഡെറിവേഷന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ആ ഫിഗറും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസിൽ ഈ കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിനെ നമുക്ക് ഒരു RS എന്ന് വെച്ചിട്ട് ഒരു റെസിസ്റ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാരലൽ കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിനെയും RP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. RP എന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷനിലുള്ള റെസിസ്റ്റേഴ്സിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അതിനുള്ള ഇക്വേഷൻ ആണ് 1/RP = 1/R1 + 1/R2 + 1/R3 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇക്വലന്റ് റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, 1/RP = 1/R1 + 1/R2. നമ്മൾ പറഞ്ഞു R1ഉം R2ഉം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, സോ ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്യേണ്ട, R1 + രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് RPനെ എങ്ങനെ എഴുതാൻ പറ്റും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ R1 + R2 / R1 R2 എന്നായിരിക്കും എന്ത്, 1/RP എന്ന് പറയുന്നത്. ദെൻ RP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, R1 R2 / R1 + R2 ആയിരിക്കും. നമുക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ പാരലൽ കണക്ഷനിൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ കണക്ഷനിൽ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻ പാരലൽ റെസിസ്റ്റൻസ് circuit, it should be noted that the potential difference across the each resistors, ഇവിടെ potential difference അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് എന്താവുന്നത്, സെയിം ആവുന്നത്. The current through each resistors is inversely, നമ്മൾ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് എന്ന് പറയുന്ന സീരീസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ പാരലൽ കണക്ഷനിൽ നമ്മൾ പറഞ്ഞു ഓരോ റെസിസ്റ്ററിലും ഡിഫറെന്റ് കറണ്ട് ആണ് ഉണ്ടാവുക. ആ കറണ്ട് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റർ ആണ്. ദെൻ ടോട്ടൽ കറണ്ട് ത്രൂ ദ പാരലൽ കോമ്പിനേഷൻ ഇസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട്. പക്ഷെ നമുക്കറിയാം ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് റിസോൾവ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട് ഇൻ വേരിയസ് റെസിസ്റ്റേഴ്സ്, അതായത് വേരിയസ് റെസിസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ കറണ്ടിന്റെ സം ആണ് എന്തായിരിക്കുക, ടോട്ടൽ കറണ്ട് ആയിട്ട് വരിക. The reciprocal of total resistance of parallel combination equal to the sum of reciprocals of individual resistance. അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, the total resistance are connected in series. The current through each resistance is same. When the resistance are in parallel, അതായത് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്റൻസിലും സെയിം ആയിരിക്കും. റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. അതാണ് പാരലൽ കണക്ഷനും പാരലൽ ആൻഡ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് കൂടി കവർ ചെയ്തിട്ട് നമുക്ക് MCQ യിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.